ഇനി നമ്മുടെ അടുത്ത ഗസ്റ്റ് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരാളാണ്. ഞാൻ കൂടുതൽ ഇൻട്രൊഡക്ഷൻ തരുന്നില്ല. നമ്മുടെ സ്ഥലത്തെ പ്രധാന പയൻസ് ജഗതിശേഷൻ. അല്ല ജഗതിശേട്ടാ, എന്തുകൊണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം, വളരെ സന്തോഷം. ഓക്കെ, എങ്ങനെയുണ്ട് പ്രോഗ്രാംസ്? എങ്ങനെ നടക്കുന്നു? നന്നായിട്ട് നടക്കുന്നു, വെൽ ഓർഗനൈസ്ഡ് ആണ്. ഓക്കെ, ഇവിടെ 75th ഇയർ അല്ലേ, 75th ഇയർ ഗംഭീരമായിട്ട് UAE ചാപ്റ്ററിന് ആഘോഷിക്കാൻ കഴിയുന്നുണ്ട്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് അന്ന് തന്നെ അങ്ങൊരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു. മിമിക്രി, മോണോ ആക്ട്, പല കാര്യങ്ങളിലല്ലേ? അത് എത്രത്തോളം കരിയറിനെ ഷേപ്പ് ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുണ്ടോ? വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കാരണം ആ കോളേജിൽ എനിക്ക് കിട്ടിയിട്ടുള്ള സമ്മാനങ്ങൾ, എനിക്ക് കിട്ടിയിട്ടുള്ള റെക്കഗ്നീഷൻ, അതൊക്കെ തന്നെയാണ് വളരെ കോൺഫിഡൻസോടുകൂടി സിനിമാ രംഗത്തേക്ക് കടക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഓക്കെ, മാരിവാനസ് കോളേജ് എല്ലാ കാലത്തും എനിക്കൊരു പ്രചോദനമാണ്. ഓക്കെ. എന്നെ ഞാനാക്കിയത് മാരിവാനസ് കോളേജ് തന്നെയാണ്, യാതൊരു സംശയമില്ല. ന്യൂ ജനറേഷനോട് വന്നപ്പം ചേട്ടൻ എത്രയും പെട്ടെന്ന് അതിനോട് അഡാപ്റ്റബിലിറ്റി കാണിച്ചു. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം നമ്മൾ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സമയമാകുമ്പോഴത്തേനും നമ്മൾ എക്സിറ്റ് മോഡിലോട്ടായി പോകാമായിരുന്നു. പക്ഷേ ആ അഡാപ്റ്റബിലിറ്റി എത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഏത് കരിയറിലായാലും. അല്ല, കാലത്തിനൊപ്പം സഞ്ചരിക്കുക എന്നുള്ളത് ഓക്കെ, കലയിലായിരുന്നാലും സാഹിത്യത്തിലായിരുന്നാലും ജീവിതത്തിലായിരുന്നാലും കാലത്തിൻ്റെ മാറ്റങ്ങൾക്കൊപ്പം നമുക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ തന്നെ നമുക്ക് ഒരുപാട് ഒരു നല്ല കാര്യങ്ങളുണ്ടാവും. കാലത്തിനൊപ്പം മൂവ് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത്, അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പഴഞ്ചനായി പിന്തള്ളപ്പെടാൻ പാടില്ല. ഓക്കെ. സയൻസിൻ്റെ പുരോഗതിയുടെ ഒപ്പം സഞ്ചരിക്കണം. ശരി. അപ്പോൾ അതിൻ്റെ ഫെസിലിറ്റീസ് കൂടുതൽ മനസ്സിലാക്കണം, അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കണം. അത് കലയിലും സാഹിത്യത്തിലും കായിക രംഗത്തായിരുന്നാലും ഒക്കെ അപ്ലൈ ചെയ്യണം. തീർച്ചയായിട്ടും. അതിൻ്റെ നല്ല കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളണം. ഓക്കെ, കാലത്തിൻ്റെ മാറ്റങ്ങളിൽ വരുന്ന നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക, അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക.